നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ രാജ്യത്ത് ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നതായി സർവേ റിപ്പോർട്ട്. മെച്ചപ്പെടാത്ത വേതനവും ഉയർന്ന ജീവിത ചെലവുകളും അടുത്ത വർഷങ്ങളിൽ ജീവിതം മെച്ചപ്പെടുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. വാർഷിക ബജറ്റിന് മുന്നോടിയായി സീ വാട്ടർ പോളിംഗ് ഏജൻസി നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. സർവേയിൽ പങ്കെടുത്ത 37% ജനങ്ങളും അടുത്ത വർഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം കൂടുതൽ മോശമാകുമെന്നാണ് പ്രതികരിച്ചത്. 2013 ശേഷം ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്ന് ഏജൻസി വ്യക്തമാക്കി. നിയമ നടപടികൾ ശക്തമായി തുടരുമ്പോഴും സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന. മൊബൈൽ ഫോണും വില്ലനാകുന്നുണ്ട്. ക്രിമിനൽ കേസ് പ്രതികൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ചതിയിൽ വീഴ്ത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. SSLC, +2 വിദ്യാർത്ഥികളേറെയും ഇരകളായത് മൊബൈലിലൂടെ പരിചയപ്പെട്ടവരുടെ വലയിൽ വീണാണ്. ഓൺലൈൻ ക്ലാസുകൾക്കായി വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ ലഭിച്ചതോടെ ഇത്തരം ചൂഷണങ്ങൾ വർദ്ധിച്ചതായും പോലീസ് പറയുന്നു. അതേസമയം കേസുകളിൽ പോലീസ് അതിവേഗ ഇടപെടൽ നടത്തുന്നുണ്ട്. ബോധവൽക്കരണങ്ങളും സജീവമാണ്. ഇതിനിടയിലും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 200 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ലഭ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പുതുതായി 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി NQAS അംഗീകാരം ലഭിച്ചതോടെയാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ആശുപത്രികളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്നും മന്ത്രി വ്യക്തമാക്കി. വളവില്ലാത്ത ദൈർഘ്യമേറിയ റോഡ് എന്ന ബഹുമതി ഇനി സൗദി അറേബ്യയ്ക്ക് സ്വന്തം. ഗിന്നസ് ലോക റെക്കോർഡിൽ 256 കിലോമീറ്റർ വളവില്ലാ പാത സ്ഥാനം പിടിച്ചു. ഓസ്ട്രേലിയയെ പിന്തള്ളിയാണ് ഈ നേട്ടം. റിയാദ് അൽഖർജി റോഡ് ദുബായിലേക്ക് പോകുന്ന ബത്തഹ ചെക്ക് പോയിന്റ് വരെ മണൽക്കാട് കൊണ്ട് പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ കൂടി നോക്കത്താ ദൂരത്ത് ഒരേപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡാണിത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.